ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ ട്യൂഷൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നേ ഓർക്കുണ്ടോ? ബയോളജി ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നേ? ഇത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നേ റീച്ചിങ് ദ ഏജ് ഓഫ് അഡോൾസൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലെ? ഇത് എവിടെ വരെ ഡിസ്കസ് ചെയ്തേ? നമ്മുടെ ഹോർമോൺസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തേ, അഡ്രീനൽ ഗ്ലാൻഡ് വരെ ഡിസ്കസ് ചെയ്തു അല്ലെ? അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണേ. അതിന് മുന്നേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എൻഡോക്രൈനോളജി നിങ്ങൾ അതിന്റെ ആൻസർ കണ്ടുപിടിച്ചോ? ഉത്തരം കണ്ടുപിടിച്ചോ? എത്ര പേർക്ക് കിട്ടിയായിരുന്നു? കുറെ പേര് കമന്റ് ബോക്സിൽ ഇട്ടായിരുന്നു. കമന്റ് ബോക്സിൽ ഇടാത്തവരും ഉണ്ട്. അതിന്റെ ആൻസർ തോമസ് എഡിസൺ ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് എൻഡോക്രൈനോളജി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് ആൾഡോസ്റ്റിറോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഡിസ്കവേർഡ് അഡിസൺ എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ട്. അഡിസൺ എന്ന് പറഞ്ഞ ഡിസീസ്. ആ ഡിസീസ് ആൾഡോസ്റ്റിറോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണെന്ന് കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ആര്? തോമസ് എഡിസൺ. അതുകൊണ്ട് നമ്മൾ എഡിസൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ഇപ്പൊ ഫാദർ ഓഫ് എൻഡോക്രൈനോളജി ചോദിച്ച് തോമസ് എഡിസൺ തന്നെ എഴുതുക. ചിലപ്പോൾ ദ ഫാദർ ഓഫ് എൻഡോക്രൈനോളജി ഇൻ ഇന്ത്യ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഗ്ലോബലി നമ്മൾ പറയുന്നത് തോമസ് എഡിസൺ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഇന്ത്യയിൽ ആ ഒരു ഹോണർ നമ്മൾ കൊടുക്കുന്ന ആൾക്ക് ഡോക്ടർ ശിവപദം വിറ്റൽ എന്ന് പറഞ്ഞ ആൾക്കാണ്. പക്ഷെ എന്നാലും ഫാദർ ഓഫ് എൻഡോക്രൈനോളജി ചോദിച്ച് നമ്മൾ എന്ത് എഴുതാവുള്ളൂ? ഇന്ത്യ അല്ലാതെ ഫാദർ ഓഫ് എൻഡോക്രൈനോളജി ചോദിച്ച തോമസ് എഡിസൺ തന്നെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി അടുത്ത ഗ്ലാൻഡ് ആണ് ഗൊണാഡ്സ്. അപ്പം ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മുടെ മെയിലാണെങ്കിൽ ടെസ്റ്റിസും ഫീമെയിലാണെങ്കിൽ ഓവറിയും വരുന്നതാണ് നമ്മുടെ ഗൊണാഡ്സ് എന്ന് പറഞ്ഞത് അല്ലെ? അപ്പൊ മെയിലിലെ സെക്സ് ഹോർമോൺ നമ്മൾ പറയുന്ന പേരെന്താ? ടെസ്റ്റോസ്റ്റിറോൺ. ഈ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റിസിലാണ്. ഇവർക്ക് പ്യൂബർട്ടി ആകുമ്പോഴത്തേക്കും അവർ ടെസ്റ്റിസിൽ നിന്ന് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഭാഗമായിട്ട് എന്തുണ്ടാവുന്നത്? സ്പേം പ്രൊഡക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഫീമെയിലാണെങ്കിൽ സെക്സ് ഹോർമോൺ എവിടെയാ? ഓവറിന്നായിരിക്കും റിലീസ് ചെയ്യണേ. അത് ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ ആണ്. പേര് പഠിക്കണം, എവിടെ നിന്നാന്ന് പഠിക്കണം. ഓവറിന്ന് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും, ടെസ്റ്റിസിന്ന് ടെസ്റ്റോസ്റ്റിറോൺ. സെക്സ് ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പഠിക്കണം. ഈസ്ട്രജന്റെ ഡെഫിഷ്യൻസി ഒക്കെ വന്ന ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും. ഇപ്പൊ ഒത്തിരി ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. മെയിൽസിലെയും ഫീമെയിൽസിലെയും ഒത്തിരി കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഈസ്ട്രജൻ കുറവാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും. നമ്മൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കും അല്ലെ? അപ്പം ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് അവരുടെ സെക്രീഷൻസ് അത് നമ്മൾ ബ്ലഡിലേക്ക് വരുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ഗൊണാഡ് എടുക്കുവാണെങ്കിൽ ഈ ഗൊണാഡിൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കും. ഈ ടെസ്റ്റോസ്റ്ററോൺ എന്നിട്ട് ബ്ലഡിലേക്കാണ് പോണത്. ബ്ലഡിലേക്ക് പോയിട്ട് അതിന് ഓരോ ടാർജറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റിസിലെ ആക്ഷൻ ഉണ്ടായിരിക്കും, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഓരോ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാർജറ്റ് ഓർഗനിൽ അത് ആക്ട് ചെയ്യും ബ്ലഡിൽ കൂടെ പോയിട്ട്. ഇനി കുറെ ഗ്ലാൻഡും ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഓരോ ഗ്ലാൻഡും അതിന്റെ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതും അതിന്റെ ഫങ്ഷൻസും എന്താണ്. അപ്പൊ നോക്കിക്കേ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യണ മെയിൻ ആയിട്ട് ഗ്രോത്ത് ഹോർമോണാണ്, നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഫങ്ഷൻ എന്താ? ഒരാളുടെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെ? അതേപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെയും അഡ്രീനൽ ഗ്ലാൻഡിന്റെയും അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ, അതായത് നമ്മൾ ടെസ്റ്റിസ് പ്രൊഡ്യൂസും ടെസ്റ്റോസ്റ്റിറോണും ഓവർ സെക്രീറ്റ് ചെയ്യുന്ന ഈസ്ട്രജന്റെ പ്രൊഡക്ഷനും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാ? ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതൊരു മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇനി തൈറോയ്ഡ് ഗ്ലാൻഡ് നോക്കിയേ. തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ. അപ്പൊ അതെന്ത് ചെയ്യും? നമ്മുടെ ബോഡി മെറ്റബോളിസം കൺട്രോൾ ചെയ്യും. തൈറോക്സിൻ കുറവാണെങ്കിൽ ഗോയിറ്റർ വരും നമ്മൾ പറഞ്ഞു. അതേപോലെ സഫിഷ്യന്റ് അയഡിൻ നമ്മുടെ ഡയറ്റിൽ കുറവാന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമ്മുടെ ഇപ്പൊ സഫിഷ്യന്റ് അയഡിൻ ഡയറ്റിൽ അയഡിൻ ഇല്ലാണ്ട് വരുമ്പോഴാണ് ഗോയിറ്റർ വന്നത് അല്ലെ? ലാക്ക് ഓഫ് തൈറോയ്ഡ്. കാരണം തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ അയഡിൻ വേണം. അപ്പൊ തൈറോയ്ഡ് ഹോർമോൺ കുറവാന്ന് പറഞ്ഞാൽ എന്താ? അയഡിൻ കിട്ടുന്നില്ല. തൈറോക്സിന്റെ പ്രൊഡക്ഷന് അയഡിൻ വേണം. അപ്പൊ അയഡിൻ കുറവാന്ന് പറഞ്ഞാൽ തൈറോക്സിൻ കുറവാന്ന് അർത്ഥം. അപ്പൊ നമുക്ക് ഗോയിറ്റർ വരും. അപ്പൊ നമ്മുടെ ഡയറ്റിൽ അയഡിൻ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗോയിറ്ററിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അടുത്തത് പാൻക്രിയാസ്. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യണ ഇൻസുലിൻ മാത്രമല്ല ഗ്ലൂക്കോഗണും സെക്രീറ്റ് ചെയ്യും. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് ഇവരുടെ ഫംഗ്ഷൻ. അതായത് എന്താ? ഇൻസുലിൻ ഗ്ലൂക്കോസ് ലെവല് കുറയ്ക്കും, ഗ്ലൂക്കോസ് ലെവല് കൂട്ടും. അപ്പൊ ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ഷുഗർ അല്ലേ? അതൊരു കാർബോഹൈഡ്രേറ്റ് ആട്ടോ. അതുകൊണ്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് കൺട്രോൾ ചെയ്യുക എന്ന് നമ്മൾ പറയണേ. ഇനി അടുത്ത ഗ്ലാൻഡ് ഏതാ? അഡ്രിനാലിൻ. അഡ്രിനാലിനാണ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യണേ? നമ്മുടെ ബോഡിയുടെ സാൾട്ട് വാട്ടർ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണേ അഡ്രിനാലിനാണ്. ഒരു സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്
കോർട്ടിസോൾസും അതുപോലെ അഡ്രിനാലിനും. ഈ അഡ്രിനാലിൻ ഗ്ലാൻഡ് ഞാൻ പറഞ്ഞില്ല, അതിന്റെ കോർട്ടെക്സും മെഡുല്ല എന്ന് പറഞ്ഞ രണ്ട് പോർഷൻ ഉണ്ട് അഡ്രിനാലിൻ ഗ്ലാൻഡില്. അപ്പം കിഡ്നിയുടെ മുകളിൽ അഡ്രിനൽ ഗ്ലാൻഡ് കാണുന്നത്. അപ്പൊ ഇത് കോർട്ടെക്സ് എന്ന് പറഞ്ഞ പോർഷൻ കോർട്ടിക്കോയിഡ്സും ഉണ്ടാക്കും. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും മിനറലോകോർട്ടിക്കോയിഡ്സും ആണ് ഉണ്ടാക്കണം കോർട്ടിക്കോയിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് ഏതാ? അതിന്റെ മെഡുല്ല പോർഷൻ ആണ് അഡ്രിനാലിന് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയുടെ സോൾട്ട് വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ബോഡിനെ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ, ഇത് നമ്മളെ സഹായിക്കണം. ഏതാ? അഡ്രിനാലിൻ നമുക്ക് ഹെൽപ്പ് ചെയ്യണം. അടുത്തത് മെറ്റാമോർഫോസിസ് കേട്ടിട്ടുണ്ടോ? മെറ്റാമോർഫോസിസ് നമ്മുടെ ഒരു ലാർവേന്ന് അഡൽറ്റ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് മെറ്റാമോർഫോസിസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രോഗിലെ ലാർവേന്നും അത് വലിയ ഫ്രോഗായി മാറുമ്പോൾ ഒത്തിരി വ്യത്യാസം വരില്ലേ? നമ്മളിപ്പം എന്താ വെള്ളത്തിലൊക്കെ നമ്മൾ നോക്കുക, നമുക്ക് ടാഡ്പോളിനെ കാണാൻ പറ്റും. ആ ടാഡ്പോള് പോലെയാണ് ഫ്രോഗ് ഇരിക്കണേ? അല്ല, ടാഡ്പോള് ശരിക്കും ഒരു ഫിഷ് പോലെയല്ല ഇരിക്കണേ. അപ്പം ആ ഒരു ചേഞ്ച്, ആ ഒരു ലാർവയിൽ നിന്നും അഡൽറ്റിലേക്കുള്ള ആ ഒരു ചേഞ്ചിനാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഈ മെറ്റാമോർഫോസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ഹോർമോണാ. ഇപ്പൊ ഇൻസെക്ട്സിലാണെങ്കിലും ഹോർമോൺസിന് റോൾ ഉണ്ട്, അവരുടെ ബോഡിയിലെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് പറയാൻ വേണ്ടിയിട്ടാണ് മെറ്റാമോർഫോസിസ് പറഞ്ഞത്. ഇപ്പൊ ടാഡ്പോള് അഡൽറ്റ് ആയിട്ട് മാറുവാണെങ്കിൽ അവരുടെ ആ മെറ്റാമോർഫോസിസിന് അവരുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിൻ ഹോർമോൺ ഭയങ്കര റോളുണ്ട്. അതായത് ഇപ്പൊ അതായത് ഈ ടാഡ്പോള് ജീവിക്കുന്ന വെള്ളത്തില് അയഡിൻ കുറവാണെങ്കിൽ അവർക്ക് ഒരു അഡൽറ്റ് ഫ്രോഗ് ആയിട്ട് മാറാൻ പറ്റില്ല. കാരണം അവർക്ക് തൈറോക്സിന്റെ പ്രൊഡക്ഷൻ വേണം. തൈറോക്സിൻ ഉണ്ടാവണമെങ്കിൽ അവർക്ക് അയഡിൻ കിട്ടണ്ടേ വെള്ളത്തിൽ നിന്ന്. അപ്പം അവരുടെ ബോഡിയിലും എന്താ മെറ്റാമോർഫോസ് നടക്കണമെങ്കിൽ ആര് വേണം? ഹോർമോൺസ് വേണം. ഇന്ന് നോക്കിക്കേ, ലൊക്കേഷൻ കൊടുത്തേക്കണം ഹോർമോൺസിന്റെ. അതിനകത്ത് ഒന്നാമത്തെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കണ്ടോ? ബ്രെയിനിന്റെ പോർഷനില്. തൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെയാ? നെക്കിന്റെ പോർഷനില്. അഡ്രിനാലോ കിഡ്നിയുടെ മുകളില്. പിന്നെ ഓവറി എവിടെയാ കാണുന്നേ? അത് നമുക്കറിയാം, നമ്മുടെ ബോഡിയുടെ ഉള്ളിലായിട്ട് ഓവറി കാണും അല്ലെ? ഇനി ടെസ്റ്റിസ് കാണുന്നത് എവിടെയാ? അത് പുറത്തേക്ക് എന്താ ശരിക്കും എക്സ്റ്റേണൽ എന്നുള്ള രീതിയിലാണ് ടെസ്റ്റിസ് പറയണേ. ഓവറിയൊക്കെ ഉള്ളിലല്ലേ ഇരിക്കണം. അങ്ങനെ. അപ്പൊ ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് HIV. ഇപ്പം HIV നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അത് കേൾക്കുമ്പോ എന്താ, നമ്മുടെ ബോഡിയിൽ കുറെ എന്തോ തെറ്റായ കുറെ ധാരണകളൊക്കെ വരും പെട്ടെന്ന്. അയ്യേന്നൊക്കെ തോന്നുന്ന ഒരു കണ്ടീഷനാണ് HIV. നമ്മൾ വിചാരിക്കുന്നത് എന്താ, HIV സ്പ്രെഡ് ചെയ്യുന്ന സെക്ഷൽ കോണ്ടാക്ട് വഴിയാണ്. ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമ്മള് ഭയങ്കര മോശമായിട്ടാണ് HIV പറ്റി എടുക്കണം അല്ലെ? ഒത്തിരി രീതിയിൽ കൂടെ സ്പ്രെഡ് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ HIV ഉള്ള ഒരാൾ നീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് വരും അസുഖം. അതുപോലെ മദറിൽ നിന്ന് കുഞ്ഞിലേക്ക് വരും അസുഖം. അങ്ങനെ കുറെ രീതിയിൽ വരും അസുഖങ്ങൾ, ഒറ്റ രീതിയിൽ മാത്രമല്ല. അപ്പം ഈ HIV എന്ന് പറഞ്ഞ ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത് USA 1981 റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ എയ്ഡ്സ് വൈറസ് വാസ് ഫസ്റ്റ് ഡിസ്കവർഡ് ദ ടീം ഓഫ് ഫ്രഞ്ച് സയന്റിസ്റ്റ് ലുക് മൊണ്ടൈനർ ഇൻ 1983 അതിന്റെ ആദ്യമായിട്ട് എയ്ഡ്സ് വൈറസിനെ ഡിസ്കവർ ചെയ്ത ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ 1981. അത് എന്താണ് എയ്ഡ്സ് വരുത്തണേന്ന് കണ്ടുപിടിച്ച എയ്ഡ്സ് വൈറസിനെ ആദ്യം ഡിസ്കവർ ചെയ്തത് ലൂക്ക് മൊണ്ടൈനർ 1983. അങ്ങനെ 1984 അമേരിക്കൻ വൈറോളജിസ്റ്റ് നെയ്മഡ് റോബർട്ട് ചാൾസ് ഗാലോ ഗീവ് ദ ഫസ്റ്റ് റിപ്പോർട്ട് ഓൺ ദ വൈറസ് കോസിംഗ് എയ്ഡ്സ്. അതായത് എയ്ഡ്സിനെ കുറിച്ചുള്ള ആദ്യത്തെ റിപ്പോർട്ട് നൽകി ആര്? 1984 ആയപ്പോഴത്തേക്കും അവിടെയുള്ള ഒരു വൈറോളജിസ്റ്റ് ആയ റോബർട്ട് ചാൾസ്. The name HIV was suggested by International Committee on the Nomenclature of Virus. അങ്ങനെ ആർക്കെയിലൊക്കെ പേര് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ HIV വൈറസിന്റെ നെയിം കൊടുത്തത് എന്താ? ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ നോമൻക്ലേച്ചർ ഓഫ് വൈറസ്. ഇപ്പൊ നമുക്കറിയാം പ്ലാന്റ്സ് നെയിം കൊടുക്കണ ആരാ? ഇന്റർനാഷണൽ ആരാ കൊടുക്കണേ? ഇന്റർനാഷണൽ കോഡ് ഓഫ് നോമൻക്ലേച്ചർ ഫോർ പ്ലാന്റ്സ് അല്ലേ? അതേപോലെ അനിമൽസിനും ഉണ്ട്, അതേപോലെ തന്നെ വൈറസിനും ഉണ്ട്, ബാക്ടീരിയക്കും ഉണ്ട്, കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിനുണ്ട്. ഇതിനൊക്കെ ഓരോ നെയിം കൊടുക്കുക, ഓരോ ഓർഗനൈസേഷൻസ് ഉണ്ട് കേട്ടോ. HIV നെയിം സജസ്റ്റ് ചെയ്ത് ഇന്റർനാഷണൽ കമ്മിറ്റി ഓൺ ദ നോമൻക്ലേച്ചർ ഓഫ് വൈറസസ് ആണ്. അവരാണ് ഇത് എന്ത് ചെയ്യുന്നത്? സജസ്റ്റ് ചെയ്യണേ. അപ്പം the first AIDS patient was identified in Chennai in the year 1987. അതായത് ഇന്ത്യയില് ആദ്യത്തെ എയ്ഡ്സ് പേഷ്യന്റ് ഐഡന്റിഫൈ ചെയ്ത് എവിടെയാ? ചെന്നൈയിൽ വെച്ചിട്ടാ 1987. ഇന്ത്യയില് റിപ്പോർട്ട് ചെയ്യണത് ചെന്നൈയിൽ. അപ്പം ഈ എയ്ഡ്സ് എന്താന്ന് വെച്ചാൽ അത് അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സെന്റർ എന്നാ പറഞ്ഞിട്ട് വൈറൽ ഡിസീസ് ആണ്, ഡെഡ്ലി വൈറസ് ആണ് HIV.
അപ്പൊ നമ്മൾ HIV സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് അതിന് പറയുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ, അതായത് HIV വൈറസ് ആണ് എയ്ഡ്സ് വരുത്തുന്നത്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അക്വേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി. December 1 നമ്മൾ എയ്ഡ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യണേ അല്ലെ? അപ്പം ഒരു HIV സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാ? HIV ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും, നമ്മളെ ബോൾ പോലെയൊക്കെ ഇരിക്കും. അവിടെ ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് DNA ഉള്ള പോലെ തന്നെ ആ വൈറസിന് ജനറ്റിക് മെറ്റീരിയൽ RNA ആയിരിക്കും. പിന്നെ ഇവരുടെ ബോഡി എന്നാ കവർ ചെയ്തേക്കുന്ന ഒരു ഡബിൾ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഡബിൾ മെംബ്രെയിൻ അവരുടെ ബോഡിയുടെ പുറത്ത്. ഇപ്പൊ നമ്മൾ ബലൂൺ എടുക്കുവാണെങ്കിൽ അതിന്റെ പുറമേ ഉള്ള ലെയർ പോലെ അത് ഒരു ഫാറ്റി സബ്സ്റ്റൻസ് വെച്ചിട്ടായിരിക്കും മെയ്ഡ് ചെയ്തേക്കണേ. അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? അവർക്കൊരു പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ടാവും. ഒരു പ്രോട്ടീൻ കോട്ടിങ്, കോർ ഓഫ് പ്രോട്ടീൻ കോട്ടിങ് ഉണ്ടായിരിക്കും. പിന്നെ ഇവർക്ക് എന്തുണ്ടാവും? അവർക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈംസ് ഉണ്ടാവും. അപ്പൊ ഇതാണ് ഒരു HIV സ്ട്രക്ചർ ആണ് ഈ കാണിച്ചേക്കണേ. അപ്പൊ നമുക്കറിയാം, നോക്കിക്കേ, അതിന്റെ ബോഡിയിൽ ഒരു ലെയർ ഉണ്ട്, ഒരു പ്രോട്ടീൻ ലെയർ ഉണ്ട്. നമുക്ക് ക്യാപ്സിഡ്സ് കാണാൻ പറ്റും ബോഡിയിൽ. അതേപോലെ തന്നെ പ്രോട്ടിയേസ് എൻസൈംസ് ഇവരുടെ ബോഡിയിലുണ്ട്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈംസ് ഇവരുടെ ബോഡിയിലുണ്ട്, സ്പൈക്ക് പ്രോട്ടീൻസ് ഉണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. ഓക്കെ, അപ്പം ഇവരുടെ ബോഡിയിൽ ആ പുറമേ ഉള്ള ലെയർ ഉണ്ടല്ലോ, നമ്മൾ എൻവലപ്പ് എന്ന് പറയും. അതൊരു ലിപ്പിഡ് ബൈലെയർ ആണ് എൻവലപ്പ്, ഗ്ലൈക്കോപ്രോട്ടീൻസ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഇവിടെ കോർ പോർഷൻ ഉണ്ടല്ലോ, എ കോൺ ഷേപ്ഡ് ക്യാപ്സിഡ് ദാറ്റ് കണ്ടെയ്ൻ വൈറൽ RNA ആൻഡ് റെപ്ലിക്കേറ്റീവ് പ്രോട്ടീൻ. വൈറൽ RNA ഉള്ള ഈ സെന്ററിൽ കാണുന്ന ഈ പോർഷൻ, ഇതിനാണ് നമ്മൾ എന്താ ക്യാപ്സിഡ്സ് എന്ന് പറഞ്ഞത്, ആ പ്രോട്ടീൻ ലെയർ ക്യാപ്സിഡ്സ്. ഓക്കെ, ഇനി മെട്രിക്സ് പ്രോട്ടീൻ ഉണ്ടായിരിക്കും ഇവരുടെ ബോഡിയിൽ. ക്യാപ്സിഡ്സിന്റെ സറൗണ്ട് ചെയ്തിട്ട് മെട്രിക്സ് പ്രോട്ടീൻ ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും? ക്യാപ്സിഡ് പ്രോട്ടീൻ ഉണ്ടായിരിക്കും. ആ പ്രോട്ടീനാണ് എന്ത് ചെയ്യണേ? വൈറൽ RNA പ്രൊട്ടക്ട് ചെയ്യണേ. പിന്നെ ന്യൂക്ലിയോ ക്യാപ്സിഡ് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. അവരാണ് എന്ത് ഹെൽപ്പ് ചെയ്യണത്? പ്രോട്ടീൻ P7 ദാറ്റ് ബൈൻഡ് ടു വൈറൽ RNA. അതായത് P7 എന്ന് പറഞ്ഞ പ്രോട്ടീൻ വൈറൽ RNA ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ന്യൂക്ലിയോ ക്യാപ്സിഡ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് HIV എന്താണെന്നും HIV ജസ്റ്റ് സ്ട്രക്ചറും പഠിച്ചാൽ മതി. പിന്നെ വൈറൽ RNA ഉണ്ടെന്ന് പഠിച്ചത്, അതായത് ജനറ്റിക് മെറ്റീരിയൽ വൈറൽ RNA ആണ്. 9.2 കിലോ ബേസിസ് ഉണ്ട്. പിന്നെ ഇവർക്ക് ഒരു ക്യാപ്സിഡ്സിൽ പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇവരുടെ ബോഡിയിൽ ഒരു എൻവലപ്പ് ഉണ്ട്, ഒരു ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. പിന്നെ വൈറസിന്റെ ബോഡിയിൽ കുറെ എൻസൈംസ് ഉണ്ട്, പ്രോട്ടിയേസ്, ഇൻഡിക്കേസ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈംസ് ഒക്കെ ഉണ്ട്. ഇത്രയും നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇനി എങ്ങനെയാ നമുക്ക് HIV വരണേ? ഒന്ന്, ഇപ്പൊ ഡ്രഗ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ സിറിഞ്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ഉപയോഗിക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഉപയോഗിക്കാവോ? ഇല്ല. നമുക്കിപ്പോ ഒരു അസുഖം ഇല്ലെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ ഉപയോഗിച്ച് നീഡിൽ അടുത്ത ആൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ സെക്ഷൽ കോണ്ടാക്ട്, അതായത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരില്ലേ, അൺസേഫ് ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട് വഴി എന്ത് ചെയ്യാം? HIV പകരാം. അതേപോലെ തന്നെ ബ്ലഡ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുടെ ബ്ലഡ് ചിലപ്പോ ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ നമുക്ക് വലിയ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ബോഡിയിലേക്ക് കിടന്നാൽ, നമ്മുടെ മുറിവ് വഴിയോ എന്തെങ്കിലും വഴി കിടന്നാലും എന്ത് ചെയ്യും? നമുക്ക് HIV വരും. പിന്നെ എന്താ? മിൽക്കിൽ കൂടെ വരും കേട്ടോ. അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മദറിന്റെ മിൽക്ക്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മദറിന്റെ മിൽക്ക് അത് ഇൻഫെക്റ്റ് കുടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തുണ്ടാവും? HIV ഉണ്ടാവും. അങ്ങനെ HIV എന്ത് ചെയ്യാം? സ്പ്രെഡ് ചെയ്യാം. ഇനി HIV നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഒന്ന്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ സിറിഞ്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. പിന്നെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് മാത്രം നമ്മൾ ബ്ലഡ് ബാങ്കിൽ നിന്നൊക്കെ സ്ക്രീൻ ചെയ്ത ബ്ലഡ് ഒക്കെ ബ്ലഡ് ബാങ്കിൽ നിന്ന് വാങ്ങും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. PCR ടെസ്റ്റ്, എലൈസ, വെസ്റ്റേൺ ബ്ലോട്ട് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് HIV ഉണ്ടോ എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. HIV ഡിറ്റക്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് എലൈസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. അതേപോലെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്നൊക്കെ പറയും. ഈ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HIV ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താ ഈ ചാപ്റ്ററിൽ പഠിക്കണം. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ച ശരിക്കും? HIV സ്ട്രക്ചർ പഠിച്ചു, എങ്ങനെ പ്രിവെന്റ് ചെയ്യണമെന്ന് പഠിച്ചു, ടെസ്റ്റുകൾ എന്തൊക്കെയാന്ന് നമ്മൾ പഠിച്ചു, പിന്നെന്താ വൈറസിന്റെ സ്ട്രക്ചർ പഠിച്ചു അല്ലെ? എൻവലപ്പും കോർ പ്രോട്ടീനും മെട്രിക്സ് പ്രോട്ടീനും ക്യാപ്സിഡും RNA ഒക്കെ ഉണ്ടെന്ന് പഠിച്ചു. പിന്നെ ആ HIV ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ചു അല്ലെ? പിന്നെ നമ്മൾ ഓരോ ഗ്ലാൻഡ് ഇരിക്കണ പൊസിഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ഇന്ന് പഠിച്ചത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കണോ? അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ ആൻസർ പറയൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കാൻ നോക്കണേ. ക്വസ്റ്റ്യൻ ഇതാണ്:
നെയിം ദ ഹോർമോൺ ദാറ്റ് വാസ് ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് ബൈ ഇറ്റ്സ് നെയിം. നെയിം വഴി റെക്കഗ്നൈസ് ചെയ്ത ആദ്യത്തെ ഹോർമോൺ ഏതാണ്? പേര് വെച്ച് റെക്കഗ്നൈസ് ചെയ്ത ആദ്യത്തെ ഹോർമോൺ. അപ്പൊ ഇതിന്റെ ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ, കണ്ടുപിടിച്ച് വെക്കണേ. അപ്പൊ എല്ലാവരും വീഡിയോയൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. മാക്സിമം നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടാവണം, നിങ്ങൾ അന്നന്ന് ഇരുന്ന് പഠിക്കണം. അപ്പം നമുക്ക് ലൈവ് സെക്ഷൻ ഉണ്ട്. 8 മണി തൊട്ടാണ് ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പം ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾ എല്ലാവരും ലിങ്കിൽ കയറുക, ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ.